HR ആണെങ്കിൽ നിങ്ങൾ നോർമലി ചെയ്യുന്ന, അതായത് നിങ്ങളുടെ കമ്പനിയിൽ നോർമലി ചെയ്യുന്ന ജോബുകളായിരിക്കും. അതായത് ഹയറിങ്, പുതിയ കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നത്, അവരുടെ ഓൺബോർഡിങ് ആ ഒരു പ്രൊസീജിയേഴ്സ്, അവരുടെ ഡോക്യുമെന്റ്സ്, അവരുടെ പേറോള്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കൂടുതൽ ചെയ്യുക. പക്ഷെ അതിന്റെ ഒപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ടാലന്റ് അക്വിസിഷൻ, അതുപോലെ തന്നെ HR ലേണിംഗ്, അതുമായി ബന്ധപ്പെട്ട ട്രെയിനിങ് കൊടുക്കുന്നത്, അവരുടെ കോമ്പൻസേഷനും ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യല്. ഒപ്പം തന്നെ നിങ്ങൾക്ക് മാത്രമാണ് എംപ്ലോയീസിനെയും അതുപോലെ തന്നെ ബിസിനസ് ലീഡേഴ്സിനെയും ഒരുമിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ നിങ്ങളാണ്, മെയിൻ ആയിട്ട് HR-കളാണ്. കാരണം അവർക്ക് എംപ്ലോയീസ് ആയിട്ടും നല്ല ബന്ധം ഉണ്ടായിരിക്കും, എംപ്ലോയർ ആയിട്ടും നല്ല ബന്ധം ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമേ നല്ലൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു കൾച്ചർ കൊണ്ടുവരാനും നിങ്ങൾക്കാണ് പറ്റുക. കാരണം ഒരു കമ്പനിയിലെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ വർക്ക് സ്പേസ് ഇതെല്ലാം സെറ്റ് ആക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു HR ആണ്. ഒരുപാട് കമ്പനിയുടെ കൾച്ചർ തന്നെ മാറ്റാൻ കഴിവുള്ളവരാണ് നിങ്ങൾ എന്ന് പറയുന്ന HR. സോ ഇങ്ങനെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട്, അതായത് HR റിലേറ്റഡ് ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ നല്ല കാൻഡിഡേറ്റ്സിനെ നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹയറിംഗ് എളുപ്പമാക്കാനായിട്ട് നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോ ഒന്ന് ചെക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.